ഈ മണ്ഡലത്തിലടക്കം LDF ഉയർത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നത് ഇടതുമുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തുക, ഇവിടെ നിന്ന് 2 അക്കം ഒരു കാരണവശാലും കടക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ പ്രധാനമന്ത്രി വളരെ കോൺഫിഡൻസോടുകൂടി ആവർത്തിക്കുന്നു 2 അക്കം കടക്കും എന്ന് കോൺഫിഡൻസോടുകൂടി ആവർത്തിക്കുന്നു. നമ്മൾ എങ്ങനെ കണക്ക് നോക്കിയാലും A ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് നിങ്ങളുടെ പരിഗണനയിൽ തന്നെയുള്ളത് തൃശ്ശൂരുണ്ട്, ആറ്റിങ്ങലുണ്ട്, തിരുവനന്തപുരമുണ്ട്, പത്തനംതിട്ടയുണ്ട്, 4 മണ്ഡലങ്ങൾ. ഇതിനും അപ്പുറത്തേക്ക് ആ കണക്ക് പോലും നിങ്ങൾക്ക് പോലും പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം ഈ A ക്ലാസ് B ക്ലാസ് ഒന്നും BJP ഉണ്ടാക്കിയിട്ടില്ല. ശരിക്കും അതൊരു മിത്താണോ? തീർച്ചയായിട്ടും. കാരണം ത്രിപുരയിൽ കഴിഞ്ഞ തവണ മത്സരിക്കുന്ന സമയത്ത് എത്ര A ക്ലാസ് മണ്ഡലം ഉണ്ടായിരുന്നു? BJP ജയിച്ചിട്ടേ ഇല്ലാത്ത മണ്ഡലങ്ങളിലല്ലേ BJP ജയിച്ചു വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് പരമാധികാരി. ജനങ്ങൾക്ക് തോന്നുന്നിരിക്കട്ടെ വോട്ട് ചെയ്യണമെന്ന്, അവർ കൂട്ടത്തോട് വോട്ട് ചെയ്യും. അത് അവർ പാർട്ടിയൊന്നും നോക്കുന്ന പ്രശ്നമില്ല. BJPക്കാരനെ മാത്രമേ BJPക്ക് വോട്ട് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ലല്ലോ. CPMകാരും കോൺഗ്രസ്സുകാരും ഒക്കെ BJPക്ക് വോട്ട് ചെയ്യും. അവർക്ക് തോന്നുന്നിരിക്കട്ടെ ഈ തവണ BJP വരണം. അപ്പോൾ ജനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു സംശയമുള്ളത്, ഈ ഇരട്ട നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 2 അക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഇരട്ട ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 10-ൽ കൂടുതൽ വേണമല്ലോ. അപ്പോൾ അതിലാണ് മൊത്തത്തിലൊരു സംശയം. മൊത്തം വോട്ട് പെർസെന്റ് എടുത്താലും ഞങ്ങളുടെ സർവേയിൽ പോലും പ്രധാനമന്ത്രി ഇത് ആദ്യം പറയുമ്പോൾ തിരുവനന്തപുരത്ത് ആദ്യം ഈ കാര്യം പറഞ്ഞപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വരുന്ന ആർക്കും പ്രതീക്ഷയില്ലായിരുന്നല്ലോ. AK ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ BJPയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് കുടുംബത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് ഈ കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഭാഗമായി നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് നാടിൻ്റെ ഭാവിക്ക് പ്രയോജനപ്പെടില്ല എന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ വന്നത്. ഇതേ സാഹചര്യം ജനങ്ങൾക്കുണ്ടാവുമല്ലോ. പക്ഷെ അപ്പോഴും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരു മുൻ മന്ത്രിയടക്കം BJPയിലേക്ക് വരാൻ പോകുന്നുവെന്ന ശക്തമായ പ്രചരണമുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ വരുന്നു കോൺഗ്രസിലേക്ക് ഒരു വലിയ നേതാവ് എന്നൊരു വലിയ പ്രചരണം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കുറേ നേതാക്കന്മാരുടെ പിന്നാലെ പോയി. പക്ഷേ ആ നേതാക്കന്മാർ പറഞ്ഞു ഞാനല്ല കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാവരും നമ്മളടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ഇതൊക്കെ സമയമാകുമ്പോൾ വരും ഇനിയും. അതോ ഈ ഒരു സീസണിൽ അവസാനം ഞാൻ പറഞ്ഞില്ലേ, അതായത് തെരഞ്ഞെടുപ്പിൽ അവസാനം നേതാക്കന്മാരെ മാത്രം ആശ്രയിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ജനങ്ങൾ വോട്ട് ജനങ്ങളുടേതാണ്. ഒരു നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷെ നേതാവിനെ കൊണ്ടുവരുന്ന ചെറിയ കാര്യമല്ല, നേതാക്കന്മാരടക്കം തിരുവനന്തപുരത്തെ വളരെ പ്രമുഖനായ ഒരു മുൻ മന്ത്രിയുമായി BJP ഇത്തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തി അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? എനിക്കറിയില്ല. ഇല്ല, അല്ല എനിക്കറിയില്ല. അങ്ങനെ ചർച്ചകൾ നടക്കുന്നതായിട്ട് അറിയില്ല. അതായത് ഈ പറയുന്ന കാര്യം ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഞാനത് പരസ്യമായിട്ട് പറയേണ്ട ഒരാളല്ല. അല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനിയൊരു കാര്യം കൂടി, ഇനി വരും ഉറപ്പാണോ ഇത്? മുതിർന്ന നേതാക്കൾ ജനങ്ങൾ BJPയോടൊപ്പം വരും. ജനങ്ങൾ BJPയോടൊപ്പമാണെന്ന് തിരിച്ചറിയുന്ന മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരും വരും. മറ്റു പാർട്ടികൾ എന്ന് പറയുന്നത് CPMലെയും കോൺഗ്രസിലെയും ഒക്കെ ഉണ്ടല്ലോ നേതാക്കൾ വരും. തീർച്ചയായും. അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ EDയെ ഭയന്നിട്ടോ വാഗ്ദാനങ്ങൾ കണ്ടിട്ടോ അല്ല. ഒരു EDയും വേണ്ട. പക്ഷെ പത്മജയുടെ കാര്യമാണ് EDയേക്കാളൊക്കെ വലുത് ജനങ്ങളാണ്. പക്ഷേ പത്മജയും പത്മിനിയൊക്കെ വരുന്നത് കൊണ്ട് കാര്യമായൊരു മാറ്റം ഉണ്ടാകും, ഒരു ഇംപ്രഷനും. കോൺഗ്രസ് വരുമ്പോൾ അപ്പോൾ പിന്നെ അവർ അത്രയും കാലം എന്തിനാ അവരവിടെ ഉണ്ടായിരുന്നു? അന്ന് അവർക്ക് എന്തിനാ പ്രാധാന്യം കൊടുത്ത്? അവർ പോയത് കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. അവർ പോയത് കൊണ്ട് മാറ്റം ഉണ്ടാവുകയല്ല, മാറ്റം ഉണ്ടാകുന്നത് കൊണ്ടാണ് അവർ വരുന്നത്. മാറ്റം ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇവർ വരുന്നത്. അത് പറയുന്നത് മോദിയുടെ ഇമേജ് മാത്രമല്ല, ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവർ തീരുമാനിക്കുന്നു.